ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു 4 വർഷത്തെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ, ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ധാരാളം ആൾക്കാരാണ് UK എത്തിച്ചേർന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ UK ധാരാളം ഓപ്പണിങ്സ് ഉണ്ടായി. നേഴ്സസിന് മാത്രമല്ല, IT എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും, റേഡിയോഗ്രാഫേഴ്സിനാണെങ്കിലും, അതേപോലെയുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെയുള്ള ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് UK എത്തിച്ചേരാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമുക്കറിയാം, ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടുള്ള വിസകളൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത 100 കണക്കിന് ആൾക്കാർ UK എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് ഡൊമസ്റ്റിക് കെയർ വിസകൾ കൂടി കൊടുക്കാനായിട്ട് തുടങ്ങി. നമുക്കറിയാം, ഇവിടുത്തെ നേഴ്സിംഗ് ഹോമുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ വീടുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവരെ ശുശ്രൂഷിക്കാൻ, അവിടെയുള്ള പേഷ്യൻറ്റിനെ ശുശ്രൂഷിക്കാനായിട്ട് ആയിരക്കണക്കിന് ഡൊമസ്റ്റിക് കെയറേഴ്സിനെ UK ഇൻവൈറ്റ് ചെയ്തു. ആ ഒരു സമയത്ത് ഗവൺമെൻറ് അവർക്ക് നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ക്വാളിഫൈഡ് ആണോ, അവരുടെ ഇംഗ്ലീഷ് ലെവൽ എത്രയാണ്, ഇതൊന്നും തന്നെ നോക്കാതെയാണ് UK അവരെ ഇൻവൈറ്റ് ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഇവിടെ ആയിരക്കണക്കിന് വേക്കൻസികളുള്ള ഒരു പ്രൊഫഷനാണ് ഇപ്പോഴും നേഴ്സസിൻ്റെ. പക്ഷേങ്കിൽ മിക്കവാറുമുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഇപ്പോൾ അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു 50,000-ഓളം നേഴ്സസിനെയാണ് അവർ 2024 വരെ UK റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ 55,000-ഓളം നേഴ്സസ് UK എത്തിച്ചേർന്നു. പക്ഷേങ്കിൽ അതിലൊരു നല്ലൊരു ശതമാനം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയയിലൊക്കെ അവർ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും UK വിവിധ NHS ഹോസ്പിറ്റലുകൾ നമ്മൾ നോക്കിയാണെങ്കിൽ ഇവിടെ ധാരാളം നേഴ്സസിൻ്റെ വേക്കൻസികളുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ജൂലൈ 4 ശേഷം കെയർ സ്റ്റാമറിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോഴും അവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ അവർ തുടങ്ങാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസിയിലേക്ക് സ്ട്രെയിറ്റ് അവേ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടത്താതെ അവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് ആ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്നാണ്. UK മിനിസ്റ്റർ ഓഫ് സയൻസ് സർ പാട്രിക് വാലസ് ഈ ഒരു സയൻസ് ഫീൽഡുകളിൽ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ PhD ചെയ്തിട്ടുള്ള ആൾക്കാർ, ഡോക്ടറേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ UK വരാനായിട്ട്, അതുപോലെയുള്ള സ്കിൽഡ് വർക്കേഴ്സ് UK വരാനായിട്ട് അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം ഇതേപോലെയുള്ള സ്കിൽഡ് വർക്കേഴ്സായിട്ടുള്ള വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമാണ് UK ഇപ്പോഴും വിസ നൽകുന്നത്. സയൻസ് ഫീൽഡിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു PhD ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK ഇപ്പോഴും വരാനായിട്ട് UK ഗവൺമെൻറ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. UK വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പ്രകാരം UK വിസ അപ്രൂവലുകൾ 3-1 കുറഞ്ഞിരിക്കുന്ന ഒരു സ്കിൽഡ് വർക്കറോ അല്ലെങ്കിൽ ഈവൻ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്ക് പോലും ഇപ്പോൾ വിസ അടിച്ച് കിട്ടാനായിട്ട് വളരെയധികം ടഫായിട്ട് മാറിയിരിക്കുന്നു. നമ്മുടെ സ്കിൽഡ് വർക്കർ വിസയിൽ പോലും ഏകദേശം 30% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, UK എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കേഴ്സിന് എപ്പോഴും ആവശ്യമുള്ള ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടുത്തെ വർദ്ധിച്ച നെറ്റ് എമിഗ്രേഷൻ അത് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് ഇപ്പോഴും മാക്സിമം ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴേ ഈ സ്കിൽഡ് വർക്കേഴ്സിനെ, നമ്മൾ ഈ പറയുന്ന NHS ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും, അതേപോലെയൊക്കെ തന്നെ ടീച്ചേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും, എൻജിനീയേഴ്സിൻ്റെ ആണെങ്കിലും, ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ധാരാളം വേക്കൻസികൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവർക്ക് നെറ്റ് എമിഗ്രേഷൻ ഇപ്പം കുറയ്ക്കേണ്ടതായിട്ട് വരും. ആ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കിൽഡ് വർക്കേഴ്സിനെ പോലും ഇപ്പോൾ UK റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഈ സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്ന ആൾക്കാർക്ക് UK വരാൻ പറ്റാത്തത് UK തന്നെ സാമ്പത്തികമായിട്ട് അത് പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ട് പോകുന്നു. ഒരു പക്ഷെങ്കിൽ ഈ ഒരു വർഷമൊക്കെ ഇങ്ങനെ അവർ സ്കിൽഡ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാതെ നെറ്റ് എമിഗ്രേഷൻ കുറച്ചുകൊണ്ട് വന്നിട്ട് അടുത്ത വർഷം വീണ്ടും ഇവർ ഈ ഒരു സ്കിൽഡ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് നൽകുന്നത്. കാരണം സ്കിൽഡ് വർക്കേഴ്സിൻ്റെ വലിയൊരു ഷോർട്ടേജ് ഇപ്പോൾ ഏതൊരു രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും സ്കിൽഡ് വർക്കേഴ്സിനെ കിട്ടാത്തിടത്തോളം കാലം ഇപ്പോൾ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമുകളോ ഒക്കെ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് റൺ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. വളരെ കാലം കൂടുതൽ ഇങ്ങനെ സ്കിൽഡ് വർക്കേഴ്സിന് വിസ അവർക്ക് നിരാകരിക്കാനായിട്ട് സാധിക്കത്തില്ല. അതിപ്പോൾ ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിലും സ്കിൽഡ് വർക്കേഴ്സിൻ്റെ അഭാവം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എക്കണോമി താഴേക്ക് പോകുന്നതിന് മെയിൻ കാരണം ഗവൺമെൻറ്
6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടി ഈ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ കുറയുകയും വീണ്ടും അവർക്ക് ആവശ്യമുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സർക്കാർ ഈ ഒരു സ്കിൽഡ് വർക്കേഴ്സിൻ്റെ സാലറി 26,700 നിന്ന് 38,700 വർദ്ധിപ്പിച്ച് നമുക്കറിയാം സാധാരണ ഒരാൾക്ക് ഈ ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ UK ഇപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ 38,700 പൗണ്ടോളം സാലറി ഉണ്ടെങ്കിൽ മാത്രമേ വരാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേങ്കിൽ ഇതുപോലുള്ള ഹെൽത്ത് സെക്ടറുകളിലുള്ളവർക്ക് മാത്രമാണ് അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. സർ കെയർ സ്റ്റാമറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറയുന്നത് നെറ്റ് എമിഗ്രേഷൻ വീണ്ടും കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാനൽ കടന്നു വന്ന ബോട്ടുകൾ കടന്നു വരുന്ന ആൾക്കാരെ കൂടി നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. കാരണം സ്കിൽഡ് വർക്കേഴ്സിനെ മാത്രം നിയന്ത്രിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ ചെറിയ ബോട്ടുകളിൽ ഡെയിലി 400-500 പേര് വരുന്നവരെ അലൗ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് ഇവർക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോഴേ പുതിയതായിട്ട് നമ്മളുടെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന യുവറ്റ് കൂപ്പർ ഇവിടെ പല ചെക്കിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ നെയിൽ ബാറുകളും അതുപോലൊക്കെ തന്നെ കാർ വാഷ് അതുപോലെയുള്ള കമ്പനികളിലെല്ലാം തന്നെ വലിയ ചെക്കിങ്ങുകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് അവരുടെ നാടുകളിലേക്ക് അയക്കുന്ന ഒരു നടപടിക്ക് ഇപ്പോഴേ പുതിയ ഹോം സെക്രട്ടറി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിന് ഏകദേശം ഒരു 1000-ഓളം ഈ ഒരു റുവാണ്ട പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരെ സിവിൽ സർവീസിലുള്ള ജോലിക്കാരെ ഇപ്പോഴേ ഇതിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ അവരൂടെ വന്നു കഴിയുമ്പോഴേ ഇതുപോലുള്ള ചെക്കിങ്ങുകൾ വളരെയധികം കൂടുതൽ സ്ട്രോങ് ആവും. ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ഇപ്പോൾ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് അവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതുപോലെയുള്ള ഇല്ലീഗലായിട്ട് ജോലി കൊടുക്കുന്ന എംപ്ലോയേഴ്സിന് വലിയ പിഴ കൂടി ഇപ്പോഴേ ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ കൂടി ഒരു സ്ട്രോങ് ആയിട്ട് ഇതേപോലെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടുപിടിക്കാനും അവരെ ഡിപ്പോർട്ട് ചെയ്യാനായിട്ടും ഗവൺമെൻറ്റിന് സാധിക്കും. ഡെയിലി ടെലഗ്രാഫ് പത്രം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം 3,97,800 വിസകളാണ് UK ഇഷ്യൂ ചെയ്തെങ്കിൽ ഈ വർഷം ഇതുവരെ 2,60,000 വിസകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നെറ്റ് എമിഗ്രേഷനിൽ വലിയൊരു കുറവാണ് ഇപ്പോഴേ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്കിൽഡ് വർക്ക് വിസകൾ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്പെൻഡൻറ്റ് വിസകളും കുറയുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഡിപ്പെൻഡൻറ്റ് വിസകളിലും ടോട്ടൽ ഇപ്പോൾ ഒരു 40% ഇടിവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 1,79,700 ഡിപ്പെൻഡൻറ്റ് വിസകൾ നൽകിയപ്പോൾ ഈ വർഷം ഇതുവരെ 1,14,900 ഡിപ്പെൻഡൻറ്റ് വിസകളാണ് ടോട്ടൽ നൽകിയിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷന് UK നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഗവൺമെൻറ് കടന്നു പോകുന്നത്. എന്തെങ്കിലും പുതിയ പുതിയ ന്യൂസുകൾ ഇതുപോലുള്ള അപ്ഡേഷനുകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.